ഹലോ എവരിവൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് BSLP അതുപോലെ തന്നെ BOT ഈ രണ്ട് കോഴ്സുകളെ കുറിച്ചാണ്. നമുക്കറിയാം വളരെയധികം ജോലി സാധ്യതയുള്ള കോഴ്സുകളാണ് BSLPയും അതുപോലെ തന്നെ BOT എന്ന് പറയുന്നത്. പഠിച്ചിറങ്ങിയ ആളുകൾ വളരെ കുറവ് മാത്രമേ ഉള്ളൂ. ഇപ്പോഴാണെങ്കിൽ പഠിക്കാൻ സാധിക്കുന്ന കോളേജുകളാണെങ്കിലും വളരെ കുറഞ്ഞ കോളേജുകൾ മാത്രമേ ഉള്ളൂ. അതിപ്പോൾ കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും. അപ്പം കോളേജുകളുടെ എണ്ണവും കുറവാണ്. ഇനി കോളേജുകൾക്കുള്ളിൽ സീറ്റും വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇത്രയും ഡിമാൻഡ് വരാൻ കാരണം നമുക്ക് നാട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാലറി പാക്കേജ് കിട്ടും എന്നുള്ളതാണ്. മാത്രമല്ല നല്ല ഡിമാൻഡ് ഉള്ള കാരണം പഠിച്ചിറങ്ങിയ ആളുകൾ വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നിയർ ബൈ ആയിട്ടുള്ള ഹോസ്പിറ്റലൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം, നിങ്ങൾ ഒരു കൺസൾട്ടേഷന് പോകുമ്പോൾ ഒരു കാർഡിയോളജിസ്റ്റിനെ കാണിക്കാൻ വേണ്ടി പോകുന്നു, പീഡിയാട്രീഷ്യനെ കാണിക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ക്യാബിൻ ഉണ്ടാവും അല്ലെ, പുറത്ത് നഴ്സുമാരൊക്കെ നിൽക്കുന്ന ഒരു ക്യാബിൻ ഉണ്ടാവും. ഇതേപോലൊരു ക്യാബിൻ BSLP കഴിഞ്ഞ ആൾക്കും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ PG ഒന്നും പോകേണ്ട ആവശ്യമില്ല. സോ അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി BOTക്കും ഉണ്ട്. BOTക്കും BSLPക്കും നല്ല ചാൻസസ് ആണ്. പക്ഷേ അത് അഡ്മിഷൻ കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് കേരളത്തിൽ എവിടെയൊക്കെയാണ് ഈ ഒരു കോഴ്സുകൾ ഉള്ളതെന്ന് നോക്കാം. സോ ഒന്നാമത്തെ പിന്നെ BSLP 6 കോളേജിലെ കേരളത്തിലുള്ളൂ. അപ്പം കാസർഗോഡ് ജില്ലയിൽ 2 കോളേജുണ്ട്. ഒന്ന് തൃക്കരിപ്പൂര് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഉണ്ട്. ദെൻ ബദിയടുക്കയിൽ മാർത്തോമ കോളേജ് BSLP ഉണ്ട്. ഓക്കെ, ദെൻ കോഴിക്കോട് നോക്കുകയാണെങ്കിൽ AWH കോളേജ് കുറ്റിക്കാട്ടൂർ, അതുപോലെ തന്നെ BMH കോഴിക്കോട് തന്നെയാണ്, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ കോളേജ് ഉണ്ട്. ദെൻ നമ്മൾ താഴേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ഷൊർണൂർ ഐക്കോൺസ് എന്ന് പറയുന്ന കോളേജ് ഉണ്ട്. തൃശ്ശൂർ ജില്ലയാണ് വരുന്നത്, ബോർഡറിലാണ് വരുന്നത്. ദെൻ ട്രിവാൻഡ്രം നിഷ ഉണ്ട്. ഇത്രയുമാണ് BSLPയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് BOT നോക്കാം. BOTക്ക് കേരളത്തിൽ 3 ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമേ ഉള്ളൂ. അതായത് ഒന്നാമത്തെ നമ്മുടെ നിഷാണ്, രണ്ടാമത് വരുന്നത് നിപ്മർ ആണ്. നിഷ എവിടെയാണ്? തിരുവനന്തപുരമാണ്. നിപ്മർ നമ്മുടെ ഇരിങ്ങാലക്കുടയാണ് വരുന്നത്. ആൻഡ് നമ്മൾ KMCT കോഴിക്കോട്. അങ്ങനെ 3 ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ കേരളത്തിൽ ഈ BOT കോഴ്സ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കിട്ടാനുള്ള ഇൻഡെക്സ് മാർക്ക് വളരെ കൂടുതലായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. നമ്മൾ കഴിഞ്ഞ വർഷം എത്ര ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്ക് ഈ ഒരു കോഴ്സസിന് അഡ്മിഷൻ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. +2ൻ്റെ മാത്രം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 മാർക്സും കൂടെ നമ്മൾ പ്ലസ് ചെയ്യുക. അപ്പോൾ 360 മാർക്കായിരിക്കും കിട്ടുക. ആ മാർക്കിനെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആൻസറിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ പെർസെൻറ്റേജ് കിട്ടും. ബട്ട് പെർസെൻറ്റേജ് അല്ല ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത്. അതിന് എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻഡെക്സ് മാർക്ക് കിട്ടും. ഇനി +2 റിസൾട്ട് ഇല്ലാത്ത സമയത്താണ് നിങ്ങൾ ഇൻഡെക്സ് മാർക്ക് നോക്കുന്നത്. തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം? +1ൻ്റെ മാർക്ക് വെച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾ +1ൻ്റെ ഈ 3 സബ്ജക്റ്റിൻ്റെ മാർക്ക് 80-ലാണല്ലോ. അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? 40 മാർക്കും കൂടെ പ്ലസ് ചെയ്യുക. മീൻസ് പ്രാക്ടിക്കൽ ആണല്ലോ വരുന്നത്. പ്രാക്ടിക്കലിൽ ഏകദേശം ഫുള്ളൊക്കെ കിട്ടുമല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അപ്പം 120 മാർക്ക് കിട്ടും ഓരോന്നും അല്ലേ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കിട്ടും. അപ്പം 360 മാർക്ക് കിട്ടും. ഇവിടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ BSLPക്ക് ബയോളജി പഠിക്കണമെന്ന് കമ്പൽസറി അല്ല. മാത്സ് ആണെങ്കിലും അഡ്മിഷൻ കിട്ടും. അപ്പം മാത്സിൻ്റെ മാർക്ക് അവിടെ ഏതാണ് കൂടുതൽ മാർക്ക് അതാണ് എടുക്കുക കേട്ടോ. നിങ്ങൾ ബയോളജി പഠിക്കാത്തവരാണെങ്കിൽ മാത്സിൻ്റെ മാർക്കായിരിക്കും എടുക്കുക. ഇപ്പം 360 മാർക്ക് കിട്ടിയില്ലേ. +1ൻ്റെ മാർക്കാണ് കയ്യിലുള്ളതെങ്കിലും അതിന് ഓരോന്നിൻ്റെ മാർക്കിന് കൂടെ നിങ്ങൾ 40 മാർക്ക് പ്ലസ് ചെയ്യുക. അപ്പം നിങ്ങൾ ടോട്ടൽ 360 മാർക്ക് കിട്ടി. ആ മാർക്കിനെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ പെർസെൻറ്റേജ് കിട്ടും. ഇൻറ്റു 3 ചെയ്യുക. അപ്പോൾ എന്താണ്? ഇൻഡെക്സ് മാർക്ക് കിട്ടും. ഇനി കഴിഞ്ഞ വർഷം BSLPക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 287 ഇൻഡെക്സ് മാർക്ക് കിട്ടിയ കുട്ടിക്കാണ് കേരളത്തിൽ അവസാനമായിട്ട് BSLPക്ക് അഡ്മിഷൻ കിട്ടിയത്. ജനറൽ മെറിറ്റ് കേട്ടോ. അത് കാസർഗോഡ് മാർത്തോമ കോളേജിലാണ് കിട്ടിയേക്കുന്നത്. മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ 285 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്കാണ് അഡ്മിഷൻ കിട്ടിയത്. ഈഴവയാണെങ്കിൽ 244 വരെ പോയിട്ടുണ്ട് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാസർഗോഡ് തന്നെ. പക്ഷേ ഈ വർഷം അത്രയും എക്സ്പെക്ട് ചെയ്യണ്ട കേട്ടോ. ദെൻ നമ്മൾ BOTയുടെ കേസ് നോക്കാം. BOT ആണെങ്കിൽ നമുക്ക് 296.67 ഇൻഡെക്സ് മാർക്ക് കിട്ടിയ കുട്ടിക്കാണ് അവസാനം അഡ്മിഷൻ കിട്ടിയത് KMCTയിൽ ജനറൽ കാറ്റഗറിയിൽ. ഇനി നമ്മൾ മുസ്ലിം കാറ്റഗറി ആണെങ്കിലും വ്യത്യാസമൊന്നുമില്ല. 296.66 ചെറിയ ഡിഫറൻസേ ഉള്ളൂ. കാരണം കുറച്ച് സീറ്റല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ഡിഫറൻസ് അവിടെ വരില്ല. പിന്നെ ഈഴവയാണെങ്കിലും 295 തന്നെയുണ്ട്. വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. അപ്പം നോക്കി നമുക്ക് അത്യാവശ്യം നല്ല മാർക്സ് ഉള്ള കുട്ടികൾക്ക് മാത്രമേ കേരളത്തിൽ BSLPക്കും BOTക്കും അഡ്മിഷൻ കിട്ടുകയുള്ളൂ. ഇത് ഞാൻ പറഞ്ഞത് നമ്മൾ ഗവൺമെൻറ് മെറിറ്റ് സീറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. മാനേജ്മെൻറ്റ് സീറ്റ് വേറെ ഉണ്ട് കേട്ടോ. അപ്പം മാനേജ്മെൻറ്റ് സീറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള കോളേജുകളിൽ അഡ്മിഷനെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ള കോളേജുകൾ എന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ RCA അപ്രൂവലുള്ള കോളേജുകൾ മാത്രമേ BSLP പഠിക്കാൻ വേണ്ടി പാടുള്ളൂ.
WFOT അല്ലെങ്കിൽ അയോട്ട അപ്രൂവൽ ഉള്ള കോളേജുകളിൽ മാത്രമേ BOT പഠിക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു ഫീസ് മാത്രമായിട്ട് BSLPക്ക് 1 ലക്ഷം രൂപയെങ്കിലും വരും, ഏറ്റവും കുറഞ്ഞത് കേട്ടോ. BOTക്ക് ആണെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ വരും. അപ്പം ബാക്കി ഹോസ്റ്റൽ ഫീസ് ഒക്കെ എക്സ്ട്രാ ഉണ്ടാകും. പക്ഷെ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എന്താണെങ്കിലും അപ്രൂവൽ എല്ലാം ഉള്ള കോളേജിൽ തന്നെ പഠിക്കാൻ വേണ്ടി നോക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ RCA ഒക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത കോളേജിലാണെങ്കിൽ ഫസ്റ്റ് ഇയർ തന്നെ കിട്ടണമെന്ന് ഇല്ല. നല്ലൊരു മെഡിക്കൽ കോളേജോ അങ്ങനെയുള്ള കോളേജുകളൊക്കെ ആണെങ്കിൽ അത് പിന്നീട് കിട്ടിയേക്കാം. അപ്പം അങ്ങനെ കിട്ടാൻ സാധ്യതയുള്ള കോളേജാണെങ്കിൽ മാത്രം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പം നിങ്ങൾ അങ്ങനെയുള്ള കോളേജുകൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുള്ള താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി, ഡീറ്റെയിൽസ് പറഞ്ഞു തരാം കേട്ടോ. അപ്പം കേരളത്തിന് പുറത്തുള്ള എല്ലാ കോളേജുകളുടെയും ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ നമുക്ക് ചെയ്യാം കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ചാനൽ. ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ഗുഡ് ബൈ.